എടാ വെണ്ണിച്ച കുളം കുളം മീൻ ഇറങ്ങി കാണുമല്ലോ ഒന്നായി പ്രാവശ്യം. പിന്നെയും പേരുദോഷം കേൾപ്പിക്കുന്നില്ല. വരാൽ വരണ്ട പതിയെ പോക്ക ഏതായാലും പേരുദോഷം. ഇവിടെ കിടക്കുന്ന കിടപ്പ് വേണം നോക്കി. പരിപാടി നിർത്താനുള്ള പരിപാടി ഞാൻ നോക്കുമ്പോഴത്തേന് വെറുതെ നമ്മളെ പ്രവർത്തിക്കാൻ വേണ്ടി. എടാ ആരാണ്ട് കയറും കെട്ടിയിട്ടുണ്ടോ? വെണ്ണിച്ചാൻ വളമൊന്നും ഇട്ടില്ലെന്ന് തോന്നുന്നു. നോക്കാം അവിടെ ഞാൻ വല്ലതും ഉണ്ടോ കിടപ്പുണ്ടോ. ചേട്ടാ ഓ കള്ള നീ ആയിരുന്നല്ലടാ വെന്നിയുടെ തേങ്ങ മൊത്തം കൊണ്ടുപോയത്. നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം അപരാജൻ ആവശ്യത്തില്ല. നീ തേങ്ങ പൊട്ടിച്ചത് അപരാജെന്നും പറഞ്ഞ ബെന്നി പോയി ഇടിച്ചത്. എനിക്ക് നിങ്ങളെ ഡൗട്ട്. ഞാൻ അവിടെ അന്ന് ആത്മഹത്യ ചെയ്യാണ്ട് ഓടി വന്നപ്പോ നിങ്ങൾ രക്ഷിച്ചല്ലടാ. നീ ഇവിടെ കിടന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ്. നീ തന്നെ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ആ അതൊന്നും പറയണ്ട. എനിക്കൊന്നും അറിയാം. എന്റെ ഉള്ള കാര്യം പറയാം. ഞാൻ ഒരു പാസ്പോർട്ട് എല്ലാം എടുത്ത് പോകാൻ റെഡി ആയപ്പോഴത്തേനോ അവള് വേറെ അതിന്റെ കുഴപ്പം എനിക്കിനി ഒന്നും അറിയണ്ട. എന്റെ ജോലിയും പോയി, എന്റെ കാലൊന്നും പോയി. ഇതിനകത്തൊരു തീരുമാനം. ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു കേക്ക്. എനിക്ക് കേൾക്കണ്ട. ഞാൻ പറഞ്ഞു എന്നാന്ന് പറ. ഞാൻ പറയാം. നീ കൊച്ചനോട് കൂടെ നീ ദേഷ്യപ്പെടാ. ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഇരിക്കാം. അപരാജിന്റെ കാര്യമാണ്. അപരാജൻ അവിടെ ഇരിക്കണം. നീ അവിടെ എന്നതാ പറ. ഉള്ള പണിയും പോയി. നീ അടങ്ങിയിരിക്കും. നീ കൈ മാറി ഇതെന്നാ ഇത് കാണിക്കും. സൂത്രം കാണിക്കാം. ഇത് കണ്ടോണം. എന്തോ കാണിക്കും. നീ അവിടെ നിന്നെ പഠിപ്പിച്ചു തരാടാ. നേരെ കളിക്കും. നീ ഇവിടെ വെക്കേ. ഇത് നമ്മുടെ ബെന്നിച്ചാന്റെ കളവാ. അവരുടെ പറമ്പ. ഇവിടെ ഒരു 25 തേങ്ങ ഉണ്ട് മൊത്തം. 25 ഇവിടെ മുത്താറ് ബെന്നിച്ചാന്റെ. വൈകിട്ട് നീ ഒരു 1:30 പറഞ്ഞു. എന്നിട്ട് അതിലിങ്ങോട്ട് വരുമ്പം ആ തൊണ്ടുവഴി കയറി വരാം. കുളമൊക്കെ ഉണ്ട്. ഇവിടെ രമണിയുടെ വീടപ്പുറത്തുണ്ട്. അതൊക്കെ കയറണം. ഞാൻ വീട് വഴി ഇങ്ങോട്ട് വന്ന് ഈ തോട്ടത്തിൽ ബെന്നിച്ചാൻ. അപ്പൊ ഇന്ന് രാത്രി നമ്മളുണ്ടല്ലോ ഈ ഏരിയയിലെ മൊത്തം സാധനം നമ്മൾ കൊണ്ട് കൊടുക്കുക. കടക്കാരനോട് ഒക്കെ റെഡി. എല്ലാം പറഞ്ഞു വെച്ചു. ഒന്നും പിടിക്കാൻ. അതല്ല പണിയാ കാണിക്കാൻ. ഇത് ബെന്നിച്ചാൽ സണ്ണിച്ചാൽ അവിടെ കയറാനായില്ലെന്ന്. ഇല്ലേ? ഓ ഇപ്പൊ എന്റെ ഒരു കാര്യം സ്മരിക്കാൻ. ഇവിടുത്തെ തീർച്ചയായിട്ടും വേണ്ട അങ്ങോട്ട് പോവാൻ. അവിടെ കയറാനായിട്ടില്ല. ഇവര് തമ്മിൽ വഴക്കാൻ പറയാൻ എനിക്കറിയത്തില്ല. ആദ്യമായിട്ടല്ലേ. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ചെയ്തു എന്നാ കാക്കാൻ. അപ്പൊ ഇവിടുത്തെ ഫുള്ള് തീർത്തിട്ടേ നമുക്ക് അപ്പുറത്ത് കയറാവും. അവിടെ കേറുമ്പോ ആശാനെ വിളിക്കണം. നല്ലൊരു ബിസിനസ്. ചുമ്മാ എത്രയോ പേര് നടത്തുന്ന പരിപാടി. എല്ലാരും മോഷ്ടിച്ചല്ലേ. ഞാൻ ഓർക്കും നിങ്ങൾ കൊച്ചേട്ടൻ പണിക്ക് പോകുന്ന കണ്ടത് ഇഷ്ടം പോലെ. പണിക്കൊന്നും പോകണ്ട. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയാൽ മതി. ഇഷ്ടം പോലെ ആശാനായി. ഇന്ന് വൈകിട്ട് നമ്മള് വേറെ ഒന്നും പറയില്ല കേട്ടോ. നൂൽക്കമ്പി എല്ലാം സെറ്റാ മോനെ. രണ്ടെണ്ണം കെട്ടി വെച്ചേക്കും. അടിപൊളി. കൊച്ചേട്ടൻ പൊളിയാ കേട്ടോ. വൈകിട്ട് വന്നാൽ മതി. ആരും കൊണ്ടുവരില്ലേ? ഓക്കെ ആണല്ലോ. ശരിയാ.